ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് ആയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡർ കിടക്കണേ. അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്തൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതുകൂടാതെ നമുക്കതിൻ്റെ ചെയിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോയി മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എയർ ഫിൽറ്റർ ആയാലും പുതിയ ഫിൽറ്റർ കിടക്കണേ. നേരടിച്ച് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ. എഞ്ചിൻ ഓയിൽ മാറണുണ്ട്. അതായത് എഞ്ചിൻ വർക്കിന് ശേഷം നമ്മൾ ഫിൽറ്റർ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള സർവീസാണത്. ശരിക്കും കറക്റ്റ് 4 മാസം കൂടുമ്പോൾ വേണം നമുക്ക് അതിൻ്റെ സർവീസ് പീരീഡ് തന്നെ കേട്ടോ. അതൊന്ന് കൃത്യമായിട്ട് നോക്കി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ഒരു പക്ഷേ ബൈ ചാൻസ് വൈകിയാൽ പോലും എഞ്ചിൻ ഓയിലിൻ്റെ ദിവസമൊക്കെ കൃത്യമായിട്ട് ഓർമ്മ വേണം. അത് കറക്റ്റായിട്ട് ഓയിൽ മാറ്റുന്ന ദിവസമൊക്കെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം വെച്ചാൽ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റാൻ വൈകി പോകുമ്പോഴാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻസുകളിലേക്ക് പോകാൻ. ഇതിപ്പോൾ എഞ്ചിൻ വർക്ക് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ മുടക്കി ചെയ്താനാണ്. അപ്പോൾ ആ രീതിയിലൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നല്ലൊരു ജെർക്കിങ് ഉണ്ടായിരുന്നു. അത് ഇവിടെ ഈ ഹെഡ്ലൈറ്റ് സ്റ്റേയുടെ ബ്രാക്കറ്റ് ബൂട്ടൊക്കെ കംപ്ലയിൻറ്റ് വന്നിട്ട് കിടന്ന് പിടയ്ക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ബാക്കിലത്തെ ഈ ടൈലറ്റിൻ്റെ ബാഗൊക്കെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജെർക്കിങ് ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. തൽക്കാലം വലിയ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് ആക്കാം. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് അഴിച്ചാൽ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിച്ച് ക്ലീനൊക്കെ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യും കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്കതിൻ്റെ ഈ സൈഡ് നമ്മളതിൻ്റെ പ്ലഗിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലഗ് ആയാലും അത്യാവശ്യം നല്ല പുതിയ പ്ലഗ് തന്നെ കിടക്കണം. നമ്മളെ എഞ്ചിൻ വർക്കിനകത്ത് മാറ്റിയതാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഡിപ്പ് ഈ ഭാഗം നോക്കുമ്പോൾ തന്നെ അറിയാം. അത്യാവശ്യം നല്ല രീതിയിൽ ഗോൾഡൻ കളറിൽ നിൽക്കുക. അത്യാവശ്യം മൈലേജൊക്കെ ഉണ്ട് നല്ലൊരു വണ്ടിക്ക് കേട്ടോ. വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല. പിന്നെ ബാറ്ററി ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. നമ്മൾ കൺവെർട്ടർ വെച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, ബാക്ക് ഇൻഡിക്കേറ്റർ 2 സൈഡും പൊട്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതുകൂടി നോക്കിയിട്ടൊന്ന് പറയണേ. അതനുസരിച്ച് നമുക്കൊരു എസ്റ്റിമേറ്റ് റെഡിയാക്കാം. ഇൻഡിക്കേറ്റർ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 200 രൂപ താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട് ഒരെണ്ണത്തിന്. പിന്നെ അതിൻ്റെ ബൾബും വരും. ബൾബിനും ഏകദേശം ഒരു 30 രൂപ 35 രൂപ അങ്ങോട്ട് ബൾബിനും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് തരാം. ഇൻഡിക്കേറ്റർ ബൾബ് അടക്കം ഉൾക്കൊള്ളിച്ചിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം കേട്ടോ. 2 ഇൻഡിക്കേറ്റർ, എഞ്ചിൻ ഓയിൽ, ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സ്റ്റേ ബ്രാക്കറ്റിൻ്റെ ബൂട്ട്, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. വേറെ എന്തെങ്കിലും വർക്ക് പെൻഡിങ്ങിലായിട്ട് ഇപ്പോൾ പറയാൻ വിട്ടുകയാണെങ്കിൽ കേസിട്ട് നോക്കിയിട്ട് വീഡിയോ കാണുമെന്ന് പറയണം കേട്ടോ. കാരണം വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നേരത്തെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് വർക്കിൽ ഉൾക്കൊള്ളിച്ചത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.